വീഡിയോയിൽ ലോക കണ്ടപ്പോൾ ഞാൻ രണ്ട് മൂവീസാണ്. ഒന്നെന്ന് പറയാൻ നേരത്ത് ആൻ റൈസിൻ്റെ ഇൻ്റർവ്യൂ വിത്ത് എംപയർ. അത് 1976 എഴുതിയത്. പക്ഷെ അത് ഫിലിം വന്നത് 1994 സിനിമയായിട്ട് വന്നത്. അപ്പം അതിനകത്തെന്ന് പറയാൻ നേരത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കാണിക്കുന്നത്, അതായത് ഒരു പുരുഷ ആധിപത്യം അങ്ങനെയാണ് കാണിക്കുന്നത്. ഇപ്പം ഇതിനകത്ത് ലേഡിയാണ്, സ്ത്രീ ആണെങ്കിൽ അതിനകത്ത് പുരുഷാധിപത്യമാണ്. പിന്നെ അതിനകത്ത് എല്ലാവരും ഉണ്ട്, അതായത് കുട്ടികൾ വരും ഇങ്ങനെ ഇതായിട്ടുണ്ട്, വെമ്പയറായിട്ടുണ്ട്. അപ്പോൾ വെമ്പയറിൻ്റെ സമൂഹമായിട്ട് ബേസിക്കലി രക്തം കുടിക്കുന്നതാണ്. അപ്പോൾ അതിനകത്ത് മെയിനായിട്ട് വരുന്നതെന്ന് പറയുന്ന നേരത്ത്, അതായത് അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആശയം എന്ന് പറയുന്ന നേരത്ത്, അവർക്കിങ്ങനെ കുടിച്ച് അങ്ങനെ ജീവിക്കാൻ പറ്റുള്ളൂ, അങ്ങനെ അവരങ്ങനെ ശപിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പം ഇതിനകത്ത് ഒരു വ്യക്തി എന്ന് പറയുന്നത് ബ്രാഡ് പിറ്റാണ്. ബ്രാഡ് പിറ്റ് എന്ന് പറയുന്ന നേരത്ത് പുള്ളിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതായത് പുള്ളി ഇങ്ങനെ കുടിച്ച് രക്തം കുടിച്ച് ആ ഒരു ജീവിതം പുള്ളിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെയാണെങ്കിൽ പക്ഷേ ടോം ക്രൂയിസ് ഉണ്ട്. ടോം ക്രൂയിസ് അങ്ങനെയല്ല, പുള്ളി ഹാപ്പിയാണ്. പുള്ളിയുടെ അപ്പോൾ അതിനകത്ത് ഒരു ഡയലോഗ് ഉണ്ട്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. പുള്ളി പറയുന്നതെന്ന് പറയുന്നത്, മറ്റേ ഇങ്ങനെ ഇവർ തമ്മിലൊരു സംവാദം നടക്കുന്നുണ്ട്, ബ്രാഡ് പിറ്റും മറ്റേ ടോം ക്രൂയിസ്. അപ്പോൾ ടോം ക്രൂയിസ് പറയുന്നുണ്ട് അതിനകത്ത്, അതായത് യു ആർ വാട്ട് യു ആർ, നിങ്ങൾ എന്താണ്, നിങ്ങൾ അതാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ബ്രാഡ് പിറ്റിനോട്ട് പറയുന്നുണ്ട്. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഡയലോഗ്. അടുത്തത് മേരി ഷെല്ലിയുടെ 18 എഴുതിയതാണ്. അതായത് 19-ാം നൂറ്റാണ്ടിൽ എഴുതിയതാണ് മേരി ഷെല്ലി. 19ാമത്തെ വയസ്സ് എഴുതിയതാണ്. അതും കൂടി ആലോചിച്ചോണം. എനിക്ക് ആലോചിക്കാൻ വയ്യ. കാര്യം ആ പ്രായത്തിലൊക്കെ ആ ലെവലിലൊക്കെ ചിന്തിക്കാന്ന് പറഞ്ഞാൽ അത് നടക്കുമോ അങ്ങനെ സംഭവിക്കുമോ? അങ്ങനെയൊക്കെ നമ്മൾ തന്നെ ചിന്തിച്ചു. കാര്യം കൂടുതലും എഴുത്തുകാരെന്ന് പറയുന്നത് പ്രായം കൂടുന്നവരാണ് നല്ല എഴുത്തുകാരാവുന്നത്. മറ്റേത് അങ്ങനെയല്ല. ഇപ്പം ശാസ്ത്രം എന്ന് പറയുന്നിടത്ത് ഇപ്പം ന്യൂട്ടൺ ആണെങ്കിലും 25 വയസ്സിലൊക്കെയാണ് മെയിൻ വർക്ക്. പക്ഷേ മറ്റേത് അനുഭവത്തിൽ നിന്ന് എഴുതുന്നതാണ്. അപ്പം അത് ഞാൻ പറഞ്ഞു വരുന്നതിനകത്ത് അതിനകത്ത് ഒരു സൃഷ്ടിക്കപ്പെടും, ഒരു മനുഷ്യന് ഒരു സ്വിറ്റ്സർലൻഡ് പോലത്തെ ഒരു സ്ഥലത്ത്. അപ്പോൾ സ്വിറ്റ്സർലൻഡ് അത്ര ഭംഗിയായ സ്ഥലമാണ്. അപ്പം അവർക്ക് ഒരാൾക്ക് എന്താ പറയുക, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് അവർക്ക് തോന്നും ഈ മരണം ശരിയല്ല, അപ്പം അനശ്വരനാവാൻ വേണ്ടിയിട്ടുള്ള ഒരു മുന്നോട്ടമാണ്, ഒരു നീക്കമാണ്. അപ്പോൾ അതിനകത്ത് ഒരു മനുഷ്യനെ സൃഷ്ടിക്കും. ആ മനുഷ്യനെ സൃഷ്ടിക്കാൻ നേരത്ത് എന്ത് പറഞ്ഞാലും ശരി, മറ്റേ ദൈവത്തിൻ്റെ പെർഫെക്ഷൻ വരില്ല, ദൈവം ഉണ്ടാക്കുന്ന പോലെ പെർഫെക്ഷൻ വരില്ല. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് സൃഷ്ടിക്കപ്പെട്ട പുള്ളി എന്ന് പറയുന്ന നേരത്ത് പുള്ളിയാണെങ്കിൽ സമൂഹം അടുപ്പിക്കില്ല. കാര്യം പുള്ളി വികൃതമാണ്, ശരിക്കും കണ്ട വികൃതമാണ്. അപ്പോൾ എന്ത് പറ്റും, അവസാനം എന്ന് പറയുന്ന നേരത്ത് ആരും അടുപ്പിക്കില്ല.